നമസ്കാരം. ഇന്നൊരു കൂർക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലോ? ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം അല്ലേ. വൃത്തിയാക്കി എടുത്ത് ഒരു 1/2 കിലോ കൂർക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 3-4 പച്ചമുളക്, ആവശ്യത്തിന് കുരുമുളകാണ് കേട്ടോ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവം. നമുക്കിനി മെഴുക്കുവരട്ടി ഉണ്ടാക്കി തുടങ്ങാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നമുക്ക് വേവിക്കാം. മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കരുത് കേട്ടോ, കാരണം ഇത് കുഴഞ്ഞു പോവാതെ വേണം നമുക്ക് കിട്ടാനായിട്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് തുറന്ന് ഇത് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മുടെ കൂർക്ക വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂൺ നിറച്ച് കുരുമുളക് പൊടി, എണ്ണയ്ക്ക് ആവശ്യമായ ഉപ്പ്, പിന്നെ അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മുടെ കൂർക്ക ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് 1 മിനിറ്റ് മാത്രം ഇതൊന്ന് അടച്ചു വെക്കാം. ആ കുരുമുളകിന്റെ ടേസ്റ്റ് ഒക്കെ ആ കൂർക്കയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ 1 മിനിറ്റ് അടച്ചു വെക്കുന്നത്. ഇനി നമുക്കിത് തുറന്ന് വെച്ച് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മുരിഞ്ഞു വരണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മുരിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ അധികം മുരിക്കുന്നില്ല. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ കുരുമുളകൊക്കെ ചേർത്ത നല്ല സ്വാദുള്ള നമ്മുടെ കൂർക്ക മെഴുക്കുവരട്ടി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളാരും ഇപ്പോൾ പോരുതേ. പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനായിട്ട് മറക്കണ്ട. ഓക്കെ, താങ്ക് യു.